ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമുക്ക് ജി എസ് ടി വന്നതോട് കൂടിയിട്ട് ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ജി എസ് ടിയുടെ അഭാവത്തിലുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞിരുന്നതെങ്കിൽ, ചുരുക്കി പറയുകയാണെങ്കിൽ ജി എസ് ടി വന്നതോട് കൂടിയിട്ട് ഇപ്പോൾ ടാക്സ് കൺസൾട്ടൻസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇന്ത്യയിൽ എവിടെയും നമുക്ക് ടാക്സിൻ്റെ വർക്ക് ചെയ്യാമെന്നുള്ളൊരു വലിയൊരു സ്കോപ്പാണുള്ളത്. ബിക്കോസ് യൂണിഫോമിറ്റി എല്ലാ ഇന്ത്യയിലുടനീളം യൂണിഫോമിറ്റി വന്നു, സിമ്പിൾ ടാക്സ് റെജീമായി, ഈസി കംപ്ലയൻസ് ആയി. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം ഒരു ഒരു ടാക്സ് സിസ്റ്റം വന്നതോടുകൂടി നമുക്ക് എവിടത്തെ വർക്ക് വേണമെങ്കിലും എടുത്ത് ചെയ്യാമെന്നൊരു വലിയ സാധ്യതയാണ് നമുക്ക് ഇതിലൂടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രേഡിങ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ, കസ്റ്റമേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ കാസ്കേഡിങ് എഫക്റ്റ്, ടാക്സ് ഓൺ ടാക്സ് എന്നുള്ളൊരു വലിയ ഹെഡേക്ക് മാറിയതോടുകൂടി തന്നെ കോസ്റ്റ് റിഡക്ഷൻ നന്നായി സംഭവിച്ചു. അതൊരു വലിയൊരു ബെനിഫിറ്റാണ് ജി എസ് ടിയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരുപാട് ടാക്സിൻ്റെ മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം ഒന്നുമില്ല. ഓൺലൈനായിട്ട് നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്യാം. നമുക്ക് ഫിസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിസിക്കലി വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. എല്ലാം ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട് കമ്പയർഡ് ടു പ്രീ ജി എസ് ടി സിസ്റ്റം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് വളരെ നന്നായിട്ട് ബൂസ്റ്റായി. അതുപോലെ എക്സ്പോർട്ട് കൂടി, കാരണം ബിക്കോസ് ഗവൺമെൻറ് ഈസ് മേക്കിംഗ് സച്ച് കംഫർട്ടബിൾ എന്താ പറയുക, പുതിയ സിസ്റ്റംസ് എക്സ്പോർട്ടിനെ ഡെവലപ്പ് ചെയ്യാനുള്ളതും അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് ജി എസ് ടിയിലൂടെ. അതുപോലെ തന്നെ ഇൻകം കൂടി. ആഫ്റ്റർ ഓൾ നമ്മുടെ നാഷണൽ ഇൻകം, എന്താ പറയുക, രാഷ്ട്രത്തിൻ്റെ ഇൻകം കൂടി ടാക്സ് സിസ്റ്റം മാറിയതോട് കൂടി ലെസ് ലീക്കേജ് ഓഫ്, എന്താ പറയുക, ജി എസ് ടിയിലൂടെ ലെസ് ലീക്കേജ് ഓഫ് ടാക്സ് ഇതിലൂടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ബിസിനസ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും ജി എസ് ടിയിലൂടെ ഒരുപാട് നേട്ടങ്ങളാണുള്ളത്. ഒരുപാട് നേട്ടങ്ങളുണ്ട്, എങ്കിലും ചുരുക്കി ഞാൻ പറഞ്ഞത് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സിനായിട്ട് ക്യാപിറ്റൽ ടാക്സ് ഇന്ത്യയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.